ഹലോ. എടാ, ഞാൻ ഈ ഒറ്റയ്ക്ക് നിന്ന് സെൽഫി എടുത്ത് കളിക്കുന്നത് എവിടാണെന്നറിയാവോ? ഇത് നമ്മുടെ സ്വന്തം കുട്ടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടിയത്തെ എന്താ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലയോ, ആളും തിരക്കൊന്നും ഇല്ലയോ എന്ന് വിചാരിക്കേണ്ട. സമയം രാത്രി 10 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 10 മണി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അത്യാവശ്യം കുറച്ച് മോന് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നപ്പോൾ കടകളൊന്നുമില്ല. പിന്നെ ഇത്തിരി ആളുവനൊക്കെ ഉള്ളത് നമ്മുടെ ഡ്രീംസ് മോളിലാണ്. കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, അവിടെയാണ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കും സാധനം സാധാരണയായിട്ട് ഞാൻ സൺഡേ ഒക്കെ ആകുമ്പോഴെല്ലാം നമ്മൾ വാങ്ങി വെക്കുന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണ്ടുന്നത് കൊണ്ട് രാത്രി വരേണ്ടി വന്നത്. അപ്പോൾ ഈ എല്ലാവരും കൂടെ വീട്ടിൽ ഒത്തുചേരുമ്പോഴത്തേനും ഒരു നേരം ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ ചെന്നപ്പോഴുകൊണ്ട് ഒറ്റ സ്ഥലമില്ലടേ. ഈ 10 മണി കഴിഞ്ഞിട്ട് പോലും ആൾക്കാരും ഇവിടുന്ന് പോകുന്നില്ലയോ എന്നുള്ളതാണ്. പിന്നെ നമ്മളും 10 മണി കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ രാത്രിയിലാണ് സാധനങ്ങൾ തീർന്ന കാര്യമൊക്കെ ഓർക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല വന്നിട്ടുള്ളത് കേട്ടോ. കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ കാണിച്ചു തരാം. എല്ലാവരും അതുപോലെ ഒട്ടുമിക്ക ആൾക്കാർ ഈ രാത്രിയിൽ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിനി എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്, സിറ്റി ആണെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്കൊക്കെ സാധനം വാങ്ങാൻ ഒറ്റയ്ക്ക് വരാനായിട്ട് ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കും കൂട്ടിനായിട്ട് 2 പേരുണ്ട്. മുകേഷേട്ടനുണ്ട്. മുകേഷൻ്റെ കയ്യിൽ കുറച്ച് ഫ്രാക്ചറൊക്കെ ആയി ബുദ്ധിമുട്ടിലിരിക്കുക. അപ്പോൾ അനുരാജ് നമ്മുടെ കസിനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടാണ് കേട്ടോ ഷോപ്പിങ്ങിന് വന്നത്. നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ വരുന്നത്. നേരത്തെ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് വന്ന് കണ്ട കാഴ്ചകൾ, ക്രിസ്മസിനോടനുബന്ധിച്ചായിരുന്നില്ലേ ഇവൻ്റെ ഓപ്പണിംഗ് ഒക്കെ. അപ്പോൾ അന്ന് കണ്ട കാഴ്ചകളൊക്കെ കുറേ എപ്പോഴും ഉണ്ട്. പിന്നെ അന്ന് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ ഫ്രണ്ടിൽ. പക്ഷേ അതെല്ലാം കൂടെ ഒരു മൂലയ്ക്ക് നീക്കി വെച്ചിരിക്കും കേട്ടോ. ഇനി അടുത്ത വർഷമേ അവരൊക്കെ ആക്റ്റീവ് ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സെക്ഷനിൽ പോയി എന്താണെന്നറിയോ, സ്ഥിരം മുകേഷ് ചേട്ടൻ എവിടെ പോയാലും പെട്ടെന്ന് പോകുന്നൊരു സ്ഥലം, പെട്ടെന്ന് കണ്ണ് പോകുന്നത് ഈ ഒരു ജ്യൂസിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ ശിവ ഇന്ന് വന്നിട്ടില്ല. അപ്പം ശിവ സാധാരണ ഒത്തിരി ലേറ്റായിട്ട് ഉറങ്ങുന്നതാണ്. പക്ഷേ ഇന്ന് എന്തോ ക്ഷീണം കാരണം, കളിച്ച ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിപ്പോയി. അപ്പോൾ ശിവയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വേണം ബാക്കി പർച്ചേസ് നടത്താനെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിയില്ല, ചോക്ലേറ്റ് അധികം അവനങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഒരു ബൂസ്റ്റ് വാങ്ങണം. അപ്പോൾ മുകേഷ് ചേട്ടൻ പറയുമായിരുന്നു സ്ഥിരം ബൂസ്റ്റും ഹോർലിക്സും അല്ലേ, അപ്പോൾ നമുക്കൊന്ന് മാറ്റി ബോൺവിറ്റയോ കോംപ്ലാനോ ഒക്കെ കൊടുത്ത് നോക്കാമെന്ന് പറയുമായിരുന്നേ. പക്ഷേ അവൻ അതിൻ്റെ ഒന്നും ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ബൂസ്റ്റ് തന്നെ എടുക്കുമായിരുന്നു. ഈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലെങ്കിലും ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാനും വില എന്തുവാന്ന് അറിയാനും ഒക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എനിക്കൊന്ന് എല്ലാ ആൾക്കാർക്കും അതുണ്ടാവും, ഇത്ര രൂപയെന്നൊക്കെ എടുത്ത്. അങ്ങനെയാണ് കേട്ടോ കുറേ സമയം ഇതിൻ്റെ അകത്ത് പോകുന്നത്. മുകേഷ് ചേട്ടൻ ഇതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടോ? മുകേഷ് ചേട്ടന് ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് പോലും അല്ല, വെറുതെ ചെന്നിരുന്ന് നമ്മൾ നോക്കുവാണ്. അതാണ് ഈ ഒരു ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ കൊണ്ടുവച്ച് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, അറിയാതെ നമ്മൾ വേണ്ടെങ്കിലും എടുത്തു പോകും. പിന്നെ ഈ ഐറ്റം കണ്ടോ, സ്നിക്കേഴ്സ്. ഞാൻ ഇതിൻ്റെ അടുത്തുനിന്ന് ക്യാമറ മാറ്റി പിടിക്കണമെന്ന് വിചാരിച്ചാലും ഉണ്ടല്ലോ, എനിക്ക് ഇതിലോട്ടങ്ങ് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ കാറുണ്ടല്ലോ, ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നാളുകൊണ്ട് പറയുന്നത് കയറി ഇരുന്ന് ഓടിക്കുന്ന ഒരു കാറ് മേടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ബ്ലൂ കളറാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഞാനങ്ങനെ ഈ വലിയ കാറൊക്കെ നോക്കി നിന്നപ്പോഴത്തേന് 2 പേരൂടെ പോയിട്ട് കുഞ്ഞു കാറുകൾ നോക്കുവാണ്. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു ഐറ്റംസ് പോയി നോക്കുവാണ്. പക്ഷേ പണി പാളി കേട്ടോ. നല്ല വിലയാണ്. ഈ ഒരു കുഞ്ഞു കാറായിട്ട് തോന്നുമെങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്ത് റിമോട്ട് കൺട്രോളോ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ്, ഇതിൻ്റെ ആ ഒരു തിളക്കം തന്നെ കണ്ടോ, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിന് എത്രയാണ്? ഈ ഒരു കുഞ്ഞു സാധനത്തിന് 179 രൂപയാണ് വില. കണ്ട അപ്പോഴേ ടോയ്സൊക്കെ അവിടെ താത്ത് വെച്ചിട്ട് മുകേഷയുടെ റുബിക്സ് ക്യൂബ് എടുത്ത് വെച്ച് കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വില കൂടുതലാണെങ്കിലും ഉണ്ടല്ലോ, കുറച്ച് നല്ല ഐറ്റംസാണ്. 1-2 തവണ നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഇത് ചീത്തയാവത്തില്ല. ഒരുവിധം തട്ടിയാലും മുട്ടിയാലും ഒന്നും ചീത്തയാവുന്ന സാധനങ്ങളല്ല. അടുത്തത് തന്നെ ചന്ദനത്തിരി, അങ്ങനെയൊക്കെ ഉള്ള കുറേ നല്ല മണക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എയർ ഫ്രഷ്നറാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഈ ഒരു ചെറിയ ബോട്ടിലുള്ളതുണ്ട്, നീണ്ടിരിക്കുന്ന ബോട്ടിലുണ്ട്. പിന്നെ അത് തൊട്ടപ്പുറത്ത് തന്നെ മോസ്കിറ്റോ ബാറ്റ് ഇരിപ്പുണ്ട്, ഹിറ്റ് ഇരിപ്പുണ്ട്. പിന്നെ വീട്ടിൽ നല്ല പാറ്റാ ശല്യം ആയതുകൊണ്ടുണ്ടല്ലോ, ഞങ്ങൾ കുറച്ച് പാറ്റാ ഗുളികയൊക്കെ മേടിച്ച്. പിന്നെ അപ്പുറത്തോട്ട് ചെന്നപ്പോഴാണ് നല്ല കുറേ മറ്റേ പാനൊക്കെ ഇരിപ്പുണ്ട്, തവയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോഴുണ്ടല്ലോ, എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വീട്ടിലോട്ട് നല്ല പാത്രങ്ങളും എല്ലാം ഒക്കെ മേടിച്ച് വെക്കാനായിട്ട്. ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേന് നല്ല പാത്രത്തിലൊക്കെ വേണ്ടേ വീഡിയോ ഇടാനെന്ന്. പക്ഷേ ഉണ്ടല്ലോ, വീട്ടിൽ നല്ല പാത്രമൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് ശീലിച്ച പാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖം, അല്ലെങ്കിൽ ആ നല്ല പാത്രങ്ങളൊന്നും എടുത്ത് ചീത്തയാക്കണ്ട എന്നുള്ള പിശുക്കുമായിരിക്കാം എന്തോ. എനിക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അത് വേറൊരാൾ കണ്ടാൽ നമ്മൾ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുടെയും വീട്ടിൽ ഇത് തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കേണ്ടതില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഓരോരുത്തരുടെയും ചിന്താഗതി വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ.
അപ്പോൾ വേണ്ട കുറേ നല്ല നല്ല പ്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കാണുന്നതേ ഉള്ളൂ, ഞങ്ങളിതൊന്നും വാങ്ങിക്കുന്നില്ല. എനിക്ക് ഈ അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം, നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെ നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഈ ഗ്ലാസ് ഒന്നും നമുക്കൊരു ആവശ്യമില്ല, ഇത്രയും അണ്ടാവ് ഗ്ലാസ് എന്തായാലും ചായ കുടിക്കാൻ പോകുന്നില്ല. പിന്നെ വേണ്ടേ ഇത് കൊള്ളാം കേട്ടോ. ഈ ഗ്ലാസ് പല കളറിലുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ ഇത് 859 രൂപ കണ്ടാണ് കേട്ടോ. കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ വേണ്ട തുണി, വേസ്റ്റ് തുണിയൊക്കെ കഴുകാനുള്ള തുണിയൊക്കെ നമുക്ക് ഇട്ട് വെക്കാനുള്ള ബോക്സുകളാണ്. അപ്പോൾ അതെന്താണ് 399 രൂപയുടെയൊക്കെ ബോക്സാണ്. അങ്ങനെ കുറേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ വേണ്ട ശിവയ്ക്കൊരു കളറിങ്, അവന് കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലോ ഇങ്ങനത്തുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസാണ് കൊടുക്കുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ ഈ ടി വിക്കകത്ത് ഫുൾ അങ്ങ് കണ്ടുകൊണ്ടേയിരിക്കും. കുറച്ച് സമയം കളർ ചെയ്യാൻ കൊടുക്കും, കുറച്ച് സമയം എന്തെങ്കിലും പുറത്ത് കളിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് സമയം സൈക്കിൾ ചവിട്ടാൻ, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഈ 2 ദിവസം വീട്ടിൽ നിൽക്കുന്ന ബോറടി, ശനിയും ഞായറും വീട്ടിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവയ്ക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും ഇവൻ്റെ സ്വഭാവമൊക്കെ മാറും. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ദാണ്ട് ഈ ഒരു കുഷ്യൻ, ഇതിന് 319 രൂപയാണ് കേട്ടോ. അപ്പോൾ കൊള്ളാം സംഗതി, നമുക്ക് നല്ല സോഫ്റ്റാണ്, കാണാനും ഒക്കെ നല്ല ലുക്കുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഈ തുണി ഐറ്റംസ് ഒന്നും ഒരുപാടില്ലെങ്കിലും ഉണ്ടല്ലോ നമുക്കിങ്ങനെ ബെഡ്ഷീറ്റ് പോലെയൊക്കെയുള്ള ബ്ലാങ്കറ്റ് ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല വിലക്കുറവിലും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. വിലക്കുറവൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. എനിക്ക് ഈ തുണി ഐറ്റംസുമായിട്ടൊന്നും വലിയ ബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി, നമുക്കതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളായത് കാരണം ഇനി താഴത്തെ ഫ്ലോറിൽ കുറേ നല്ല ഐറ്റംസ് ഉണ്ട്. എപ്പോഴും നമ്മൾ നോക്കുന്നത് ഫുഡ് ഐറ്റംസിൻ്റെ ഏരിയയിലാണ്. എന്തോ എൻ്റെ കണ്ണും ക്യാമറയും എപ്പോഴും അങ്ങോട്ടേ പോവുള്ളൂ. അപ്പോൾ ഫ്രഷ് ജ്യൂസിൻ്റെ ഏരിയാസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഇതണക്ക് തന്നെ പാത്രങ്ങളൊക്കെയാണ്, കുക്കർ, പിന്നെ വലിയ ഡിഷൊക്കെയാണുള്ളത് കേട്ടോ. അതിൻ്റെയൊക്കെ കുറേ ഓഫറൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്ന നമ്മുടെ സെയിൽസ്മാനൊക്കെ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫർ ചിലപ്പോൾ നാളെ ഇതായിരിക്കത്തില്ല, ഇപ്പം കാണുന്ന ഓഫറിൽ നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കത്തില്ല, അടുത്ത ദിവസം എന്നാണ് പറഞ്ഞത്. പിന്നെ അതാണ്ട് കുറേ കറിപ്പൊടികളുടെ സെക്ഷനാണ് കേട്ടോ. നമ്മൾ അങ്ങനെ പൊടിയായിട്ട് വാങ്ങിക്കാറില്ല, മുളകൊക്കെ വാങ്ങിച്ച് പൊടിപ്പിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയയും നമുക്കത്ര ഉപയോഗമുള്ളതല്ല. പിന്നെ കുറേ സ്പൈസസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഒരുപാടും എനിക്കറിയത്തില്ല കേട്ടോ, എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഭയങ്കര വലിയ പാചകമൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഞാൻ ഈ തലയും കുത്തി നിൽക്കുന്ന കുപ്പിയൊക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും അറിയത്തില്ലെങ്കിൽ അറിയാവുന്ന കുറച്ച്, നമ്മുടെ സോയാബീനൊക്കെ ഇവിടെ ഇരിക്കുന്നത്, സോയാബീനും പിന്നെ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ, ഉണങ്ങിയ മഞ്ഞൾ, അങ്ങനത്തുള്ള കുറേ ഐറ്റംസൊക്കെ ഈ ഏരിയയിൽ ഇരിപ്പുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് പോരുമായിരുന്നു കേട്ടോ. പിന്നെ വേണ്ട അവിടെ തന്നെ നമ്മുടെ പിസ്തയും ബദാമും ഈത്തപ്പഴവും ഒക്കെ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ ഈ കപ്പലണ്ടിയും അങ്ങനെയൊക്കെ ഉള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതാണോ നോർമൽ റേറ്റ് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുമ്പം ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ റേറ്റ് മാക്സിമം ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും വാങ്ങേണ്ടവർക്ക് വാങ്ങാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഒരുപാടങ്ങ് വിലയിൽ വ്യത്യാസമില്ല. ഡേറ്റ്സൊക്കെ നമ്മൾ വാങ്ങുന്നതാണ്, ഡേറ്റ്സും നട്ട്സും ഒക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങുന്ന സാധനങ്ങളാണ്. അതിനൊന്നും വലിയ ഒരു റേറ്റ് വ്യത്യാസം തോന്നിയില്ല. അപ്പോൾ ബാക്കി ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെതും പിസ്ത അങ്ങനെ ഒത്തിരി വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളുടെ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി വാങ്ങാം കേട്ടോ. അപ്പോൾ നല്ല സാധനമാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലുലുവിൽ കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയൊക്കെ. ഇനി ഒരു ബ്രെഡ് വേണം കേട്ടോ. അപ്പോൾ ഒത്തിരി തരം ബ്രെഡ് അവിടെ ഇരിപ്പുണ്ട്. സ്വീറ്റ് ബ്രെഡ്, ഫ്രൂട്ട് ബ്രെഡ്, മിൽക്ക് ബ്രെഡ്, ബട്ടർ ബ്രെഡ്. പക്ഷേ നമ്മൾ സ്ഥിരം വാങ്ങുന്നതുണ്ടല്ലോ വീറ്റ് ബ്രെഡാണ്, ഗോതമ്പിൻ്റെ ബ്രെഡാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല അതല്ലേ, മൈദയുടെ സാധനങ്ങൾ ശിവയ്ക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചുമയും ശ്വാസം മുട്ടും ഒക്കെ വരും. അപ്പോൾ അത് കാരണം അതങ്ങനെ കൊടുക്കാറില്ല, വീറ്റ് ബ്രെഡാണുള്ളത്. പക്ഷേ അതധികം കിട്ടിയില്ല. പിന്നെ ഒരെണ്ണം എവിടുന്നോ മുയേശേട്ടൻ തപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരെണ്ണം മോഡേൺ ബ്രെഡിൻ്റെ നല്ല, നമ്മളത് ഒരു കമ്പനി ഐറ്റം അല്ലേ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മേടിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ നോക്കിയപ്പോഴാണ് ഇരുത്ത കണ്ട
പിന്നെ അങ്ങോട്ട് മൊത്തം നമുക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ ആടേ. ഈ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടാൽ മൊത്തം പപ്സിൻ്റെ കണക്ക് തോന്നുമെങ്കിലും ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊക്കെ വേറെ വേറെ ആയിട്ടിരിക്കുന്നത്. ഞാൻ പേരൊന്നും വായിക്കുന്നില്ല, വായിച്ചു കഴിഞ്ഞാൽ അത് നാക്കുളുക്കുന്നതിനൊക്കെ കണക്കുള്ള പേരുകളൊക്കെയാണ്. സംഭവം എല്ലാം എനിക്ക് പപ്സായിട്ടാണ് തോന്നുന്നത്. എന്തോ എൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ വ്യത്യാസം കാണും. പിന്നെ ചില ഐറ്റംസൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിപ്പോഴാണ് ഞാൻ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. പേര് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള വിഭവങ്ങൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറ്റും കേട്ടോ. കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ ഏരിയയിൽ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണ് മൊത്തം മൈദ വെച്ചുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കാരണം വെറുതെ റിസ്ക് എടുക്കാൻ നിന്നില്ല. എല്ലാ സംഭവങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകുമായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന ജനങ്ങൾ മൊത്തം എന്താ ഇവിടെ നിൽപ്പുണ്ട്. പാത്രങ്ങൾ ഒഴിയുന്നു, പിന്നെയും കുക്ക് ചെയ്തിടുന്നു, പാത്രങ്ങൾ ഒഴിയുന്നു, ആൾക്കാർ കൊണ്ടുപോകുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഇവിടെ ഈ വില വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദാണ്ട നമ്മുടെ തേങ്ങ, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം തേങ്ങ 36 രൂപയാണ്. പിന്നെ എന്താണ്ട് ഇന്ത്യയുടെ സ്വന്തം ക്യാരറ്റ്, ഊട്ടിയുടെ സ്വന്തം കുക്കുംബർ. അങ്ങനെ അടുത്ത നമ്മൾ ഈ ഒരു മീറ്റിൻ്റെ ഏരിയയിലാണ് പോയത് കേട്ടോ. വെജിറ്റബിളിൻ്റെ ഏരിയ ഒക്കെ ഞാൻ നേരത്തെ കുറേ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതാ മീറ്റ് എന്ന് പറയുമ്പോൾ മട്ടൻ്റെ ഏരിയയാണ് ഇതൊക്കെ. മട്ടൻ തന്നെ പലതരത്തിൽ അതിൻ്റെ പല പാർട്സ് ഉണ്ട്, പല രീതിയിൽ കട്ട് ചെയ്തുണ്ട്. കാല് വേണമെങ്കിൽ കാല്, അല്ല വേറെ ഓസ്ട്രേലിയൻ മട്ടൻ ബോൺലെസ് ലെഗൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിലൊക്കെ ചെന്നിട്ട് 1 കിലോ മട്ടൻ എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു പല പല കറികൾക്ക് വേണ്ടിയിട്ടോ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചിലതൊക്കെ ആണെങ്കിൽ ഫുൾ ഇങ്ങനെ ഒരു പീസായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു മീറ്റായിട്ട്. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട പിന്നെ കറിപ്പരുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പൊക്കെ പുരട്ടി അതിൻ്റെ മേളിൽ കറിവേപ്പിലയൊക്കെ തന്നെ ഇട്ട് വെച്ചിരിക്കുക. അതോ ഇത് നോക്കിക്കേ, ഒഴിഞ്ഞുകൊണ്ടിരിക്കുമോ ട്രേ അങ്ങ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഫില്ലിങ്ങും നടക്കുന്നുണ്ട്. ഫില്ല് ചെയ്ത് അടുത്ത ആൾക്ക് പാക്ക് ചെയ്തും തുടങ്ങി. നമ്മുടെ ചിക്കൻ കുട്ടന്മാരൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഇപ്പോൾ പോയി കറിയാവാനുള്ളതാണ്. അങ്ങനെ വേണ്ട അതുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷനാണ് ഫിഷിൻ്റെത്. എനിക്ക് ശരിക്കും ഈ ഇറച്ചിയേക്കാൾ കൂടുതൽ ഇഷ്ടം മീനാണ് കേട്ടോ. നമ്മൾ സ്ഥിരം കഴിച്ച് ശീലിച്ചത് അതല്ലേ. പിന്നെ ഈ ഇറച്ചിയൊക്കെ ഇഷ്ടമല്ല എന്നൊന്നുമല്ല, കിട്ടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഴിക്കും. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് ഡെയിലി കഴിച്ചു കഴിഞ്ഞാലും മടുക്കുന്നൊരു സാധനമല്ല. നമ്മുടെ സ്ഥിരം ചാള, പിന്നെ വേണ്ട കൊഞ്ച്, അയില. കൊഞ്ച് തന്നെ 2 തരത്തിലുള്ള കൊഞ്ച് ഇന്നിപ്പോൾ രാത്രിയിൽ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഉണക്കമീനുണ്ട് കേട്ടോ. ഇത് അയല ഉണക്കിയതാ. ഇതിപ്പോൾ 5 എണ്ണത്തിന് 120 രൂപ. അതുപോലെ തന്നെ നമ്മുടെ മത്തി ഉണക്കിയതുണ്ട്, അത് 10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, അതിനൊരു 86 രൂപ. അതാകുമ്പോൾ നമുക്ക് കൊള്ളാം. നമ്മുടെ വീട്ടിലോട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും തികയും. പിന്നെ മീനിൻ്റെയൊക്കെ വില കണ്ടോ, 2400 രൂപ വിലയുണ്ട്, 1700 ഉണ്ട്, അങ്ങനെ 1500 ഒക്കെ ഉള്ളതുണ്ട്. പിന്നെ ഉണക്കമീനിൻ്റെ ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണക്ക കൊഞ്ച് ചമ്മന്തിയാണത്. അതൊക്കെ 150 രൂപ ഒക്കെ റേഞ്ച് വരുന്ന സാധനങ്ങൾ. ഈ ഒരു ഏരിയ ഫുള്ളുണ്ടല്ലോ ഡ്രൈ ഫിഷസിൻ്റെ ഒരു ഏരിയയാണ്. അതുകൊണ്ടുള്ള പല വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ ഇപ്പോൾ പപ്സ്, ബർഗർ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടുള്ള മീറ്റ് ഉണ്ടല്ലോ, അത് പല രീതിയിൽ കട്ട് ചെയ്തത്, അത് കുക്ക് ചെയ്യാൻ റെഡിയാക്കി വെച്ചേക്ക് റെഡി ടു കുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നല്ല പ്രയോജനമുള്ള സാധനങ്ങളാണ് കേട്ടോ. മറ്റേ ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ പാക്കറ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് ഇത് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. എനിക്കതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനങ്ങനെ തിന്നേ ശീലമുള്ളൂ, ഇതൊന്നും ഉണ്ടാക്കി നമുക്ക് വലിയ ശീലങ്ങളില്ല. അത് കാരണം ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോരുമായിരുന്നേ. അപ്പോൾ ഈ ഏതാണ്ട് ചിക്കൻ്റെയും ഞാനിപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് തന്നെ അറിയുന്നത്. പിന്നെ ബില്ലടിക്കാനൊക്കെ നിൽക്കുവാണ് കേട്ടോ. ബില്ലടിക്കാൻ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. മേടിച്ചത് മൊത്തം തിന്നാനും കുടിക്കാനും ഉള്ളതാണെന്നേ ഉള്ളൂ. എല്ലാവരുടെയും ട്രോളി നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും കൂടെ നിറഞ്ഞിരിക്കുക. നമ്മുടെ ട്രോളിക്കകത്തോട്ട് നോക്കിക്കഴിഞ്ഞാലോ ബ്രെഡും ബിസ്ക്കറ്റും പിന്നെന്തോന്ന് ബൂസ്റ്റും ചിക്കൻ ഫ്രൈയും എന്ന് വേണ്ട, ഇങ്ങനെ ആ ജ്യൂസൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ആൾക്കാരിനി എന്തോ പറയുമോ, ഇത് മേടിക്കാനാണോ ഈ അർദ്ധരാത്രിക്ക് ഇവർ 3 പേരൂടെ വന്നേന്ന് ആൾക്കാർ വിചാരിക്കത്തില്ലേ. അങ്ങനെ ഒരുവിധം ഞങ്ങൾ അവിടുന്ന് തടി തപ്പി പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. സാധാരണ ഈ ഏരിയയിൽ മൊത്തം ഫോട്ടോ എടുപ്പുകാരുടെ ബഹളമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ആയതുകൊണ്ട് ഇതാ വിജനമായിട്ട് കിടക്കുവാണ്. അപ്പം ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. താങ്ക് യു.